എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം മലയാള പത്രങ്ങളിൽ വന്നൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. മലയാളികൾ പരിഭ്രാന്തരായ ഒരു വാർത്തയെ പറ്റിയാണ്. അതിന്റെ സത്യാവസ്ഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നോട്ടുകൾക്ക് വിട, ഇനി ഡിജിറ്റൽ കറൻസി. മലയാളികളെ ഞെട്ടിക്കുന്ന പത്രവാർത്തയാണ് പ്രധാന പത്രങ്ങളുടെ എല്ലാം മെയിൻ പേജിൽ വന്നത്. ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാത്രമായി മാറുന്നു എന്ന വാർത്ത ഇന്ന് മലയാള പത്രങ്ങളിലെ മുൻ പേജിൽ പ്രധാനമാകുകയും ആളുകളെ പരിഭ്രാന്തരാക്കുകയും ചെയ്തു. നോട്ടുകൾക്ക് വിട, ഇനി ഡിജിറ്റൽ കറൻസി എന്ന തലക്കെട്ടോടെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി സൂചന നൽകിയിരുന്നു. വാർത്തയനുസരിച്ച് ഡിജിറ്റൽ കറൻസി പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യ നോട്ടുകൾ പൂർണ്ണമായും പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുമെന്നും വാർത്ത വന്നിരുന്നു. അതേസമയം കൈവശം പണമുള്ളവർ നിശ്ചിത കാലയളവിൽ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള സൗകര്യം നൽകിയിരിക്കും എന്നാണ് വാർത്തയുടെ ഉള്ളടക്കം. ഈ വാർത്തയുടെ വ്യക്തത ഉറപ്പാക്കാൻ ആളുകൾ ഗൂഗിളിൽ പരിശോധന നടത്തുകയും സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ വാദപ്രതിവാദം നടത്തുകയും ചെയ്തു. എന്നാൽ സംഭവത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട് പിന്നീടാണ് വ്യക്തമായത്. വിവരത്തിന്റെ സത്യം എന്താണെന്ന് വെച്ചാൽ, ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ കൊച്ചിയിൽ നടക്കുന്ന ഇത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള 2025 എന്ന പരിപാടിയുടെ ഒരു പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഈ വാർത്ത. 2050 കേരളത്തിൽ പത്രങ്ങളുടെ 3 പേജ് എങ്ങനെയായിരിക്കുമെന്ന ഭാവനാത്മക വീക്ഷണങ്ങളാണ് പത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഭാവനാത്മക വാർത്തകൾ: ആഴക്കടൽ ഇനി ആൾക്കടൽ, കോളാന്തര കിരീടം പങ്കിട്ട ഭൂമിയും ചൊവ്വയും, റോബോ മന്ത്രി, ഒഴിവായി വൻ ദുരന്തം. ഈ സാങ്കല്പിക വാർത്തകളിലൂടെ ഭാവിയിലെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ഒരു സൃഷ്ടിപരമായ പ്രചാരണമാണ് നടന്നത്. കേരളത്തിലെ ഭാവി സംരംഭത്വവും പരിസ്ഥിതി സംരക്ഷണവും ഭാവി രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഇത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള 2025 ആതിഥേയത്വം വഹിക്കുന്നു. കേരളത്തിലെ ഭാവി സംരംഭത്വവും പരിസ്ഥിതി സംരക്ഷണവും ഭാവി രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഇത് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള 2025 ആതിഥേയത്വം വഹിക്കുന്നു. പത്രത്തിലെ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന ചെറിയ സൂചന പലരും ശ്രദ്ധിക്കാതിരുന്നപ്പോഴാണ് ആ വാർത്ത യഥാർത്ഥമാണെന്ന് ധരിച്ച ആളുകൾ പരിഭ്രാന്തരായത്. 2016 ഉണ്ടായ നോട്ട് നിരോധനത്തിന്റെ ഓർമ്മകളാണ് ആളുകളിൽ അപ്രതീക്ഷിതമായ ആശങ്ക സൃഷ്ടിച്ചതെന്ന് വ്യക്തമാണ്. സമകാലിക വാർത്തകളും പ്രചാരണ പ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ആശയവിനിമയത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി മറന്നു പോകാനാകാത്ത പാഠമായി മാറുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട ഉടനെ അതിലേക്ക് എടുത്തിയാടുന്ന മലയാളികളുടെ സ്വഭാവമാണ്. എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് മലയാളികൾ നല്ലൊരു വിഭാഗം അതിലേക്ക് എടുത്തിയാടുന്നു. ഇതുകൊണ്ടാണ് മലയാളികളിൽ പലരും പലവിധ ആപ്പിൽ പെടുന്നതും എല്ലാം ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധാപൂർവം എന്ത് വാർത്തകൾ കേട്ടാലും ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ മൊത്തം വായിച്ച ശേഷം മാത്രം നിങ്ങൾ എടുത്തിയാടുക. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ മൊത്തം പകുതി വായിച്ച ശേഷം എടുത്തിയാടുക. അല്ല, സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ വാർത്തകളും ശരിയാകണമെന്നുമില്ല. അതിൽ അവർ പുറത്ത് കേട്ടതിനു ശേഷം അവരെ റീച്ച് കിട്ടാൻ വേണ്ടി പലതും ഇങ്ങനെ ഷെയർ ചെയ്തു വിടും. നമ്മുടെ എടുത്തിയാടുക മലയാളികളുടെ സ്വഭാവത്തെ പറ്റിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട ഉടനെ അതിലേക്ക് എടുത്തിയാടുന്ന മലയാളികളുടെ സ്വഭാവമാണ്. എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് മലയാളികൾ നല്ലൊരു വിഭാഗം അതിലേക്ക് എടുത്തിയാടുന്നു. ഇതുകൊണ്ടാണ് മലയാളികളിൽ പലരും പലവിധ ആപ്പിൽ പെടുന്നതും എല്ലാം ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധാപൂർവം എന്ത് വാർത്തകൾ കേട്ടാലും ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. എന്തെങ്കിലും വാർത്ത കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കൊടുക്കും മൊത്തം വായിച്ച ശേഷം മാത്രം നിങ്ങൾ എടുത്തിയാടുക. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ മൊത്തം പകുതി വായിച്ച ശേഷം എടുത്തിയാടുക. അല്ല, സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ വാർത്തകളും ശരിയാകണമെന്നുമില്ല. അതിൽ അവർ പുറത്ത് കേട്ടതിനു ശേഷം അവരെ റീച്ച് കിട്ടാൻ വേണ്ടി പലതും ഇങ്ങനെ ഷെയർ ചെയ്തു വിടും. ചെറിയ വാർത്തകൾ കേട്ട ഉടനെ പരിഭ്രാന്തരായി എടുത്തിയാടുന്നതിലൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് പരിഭ്രാന്തരായി ഇരക്കപ്പുറം നടക്കുന്ന മലയാളികളാണ്, വിദ്യാസമ്പന്നരായ മലയാളികളാണ്. ഇനിയെങ്കിലും നിങ്ങൾ എന്ത് കാര്യങ്ങളായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ശേഷം മാത്രം പരിഭ്രാന്തരാകുക. ഇത് കേട്ട ഉടനെ പലരും
ഞങ്ങൾക്ക് ഡിജിറ്റൽ ഇടപാടുകളിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച പലരും എന്നെ ബന്ധപ്പെട്ടിരുന്നു. അവരോടെല്ലാം ഞാൻ പറഞ്ഞ ഈ വാർത്തയുടെ അടിസ്ഥാനത്തെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു. റോവ മന്ത്രി അങ്ങനെ ഇതിന്റെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോലും അവർക്ക് വിശ്വാസമാകുന്നില്ല. അവർ പറയുന്നത് ഫെബ്രുവരി 2-ാം തീയതി മുതൽ ഡിജിറ്റൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഈ ആപ്പ് ഒന്ന് ചെയ്യാൻ ഡിജിറ്റൽ ഇടപാടിനെ പറ്റി ഒന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മലയാളികൾക്ക് വിദ്യാസമ്പന്നത കൂടുന്തോറും അവരുടെ വിവരക്കേടുകളിലേക്കാണ് പോകുന്നതെന്നായി നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് കാര്യമാണെങ്കിലും ഒന്നുകൂടി ചിന്തിച്ച ശേഷം മാത്രം എടുത്തുകാരാൻ പരിപാലനരാകുക. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.